ഹലോ, ഗുഡ് മോർണിംഗ്. ഇരാദ സോമിലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം പ്ലീസ്. നിങ്ങൾക്ക് എൻ്റെ കഥ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അപ്പോൾ നമുക്ക് ഇന്നത്തെ പവിത്രത്തിൻ്റെ കഥയാണ് നമ്മൾ പറയുന്നത് കേട്ടോ. അപ്പോൾ 9/5/25 കഥയാണ്. അപ്പോൾ എന്താ വെച്ചാൽ നമ്മുടെ ദർശൻ വക്കീൽ വിളിക്കുകയാണ് നമ്മുടെ വേദ. അപ്പോൾ വേദ അവിടെ സിറ്റൗട്ടിൽ ഇരിക്കുകയാണ്. അപ്പോഴാണ് വക്കീൽ വിളിക്കുക. അപ്പോൾ എന്താ ദർശൻ ഈ നേരത്തെ വയ്ക്കുമ്പോൾ ഒരുപാട് ലേറ്റായി, പക്ഷേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയാൻ വേണ്ടി വിളിച്ചതാണ്, അല്ലെങ്കിൽ ഇപ്പോൾ വിളിക്കില്ലായിരുന്നു പറയും. അപ്പോൾ പറയൂ ദർശൻ എന്താണെന്ന് ചോദിക്കും. അപ്പോൾ പറയും അന്നത്തെ ആ കേസില്ലേ മറ്റേ കുറിയുടെ, അപ്പോൾ അയാളെ കിട്ടിയിട്ടുണ്ട്, അയാൾ സറണ്ടർ ആയിട്ടുണ്ട് എന്ന് പറയും. അപ്പോൾ അത് ശരിയെന്ന് പറയും. അപ്പോൾ അയാൾക്ക് കേസിന് പോകാൻ താല്പര്യമില്ല, അതുകൊണ്ട് അയാൾ കോടതിക്ക് പുറത്ത് വെച്ചിട്ട് എല്ലാ സെറ്റിൽമെൻറ്റും നടത്താമെന്നാണ് പറയുന്നത് എന്ന് പറയും. അപ്പോൾ അത് നല്ല കാര്യമാണല്ലോ എന്ന് പറയും. അപ്പോൾ അത് നാളെ എന്നാൽ പോലീസ് സ്റ്റേഷനിലേക്കൊന്ന് ചെല്ലണം എന്ന് പറയും. അപ്പോൾ പറയാമെന്ന് പറയും. അപ്പോൾ ഞാൻ നാളെ അങ്ങോട്ട് എത്തിക്കോളാം എന്ന് പറയും ദർശൻ. അപ്പോൾ ആയിക്കോട്ടെ, ഞാൻ വിനയേട്ടൻ, അപ്പോൾ വിനയേട്ടൻ എന്താ ചെയ്യേണ്ടത് ചോദിക്കും. അല്ല, അവരോടൊന്ന് അവിടെ വരെ വരാൻ പറഞ്ഞാൽ മതി, ബാക്കി പിന്നെ സ്റ്റേഷനിൽ അവർ പറയുന്ന പോലെ ചെയ്തു കൊടുക്കേണ്ടി വരും എന്ന് പറയും. ആയിക്കോട്ടെ, ഞാൻ പറയാം എന്ന് പറയും. അപ്പോൾ സുഖമല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ദർശൻ. അപ്പോൾ സുഖമായിട്ടിരിക്കണു എന്നൊക്കെ പറയുന്നുണ്ട് വേദ. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം നമ്മുടെ വിനയൻ പേപ്പർ ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വേദ വിവരം പറയുന്നത്. അപ്പോൾ വേദ ഇങ്ങനെ അന്തം വിട്ട് നോക്കുകയാണ്. കാരണം അയാൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ഇത്ര പെട്ടെന്ന് ഇത് സെറ്റിലാവും എന്നുള്ളത്. അപ്പോൾ പറയും സത്യമാണ് വേദ പറയണ വയ്ക്കുമ്പോൾ. അതേ, ഇന്നലെ രാത്രി ദർശൻ വിളിച്ചിട്ടുണ്ടായിരുന്നു വിനയേട്ടാ, അപ്പോൾ അയാൾ പുറത്ത് വെച്ചിട്ടാണ് അത് സെറ്റിൽ ചെയ്യുന്നത് എന്ന് പറയും. അപ്പോൾ പറയും നല്ല കാര്യമാണല്ലോ എന്നൊക്കെ പറയും. അപ്പോൾ വിനയേട്ടൻ പോലീസ് സ്റ്റേഷനിലേക്ക് പോയിക്കോളൂ എന്ന് പറയും. അപ്പോൾ വേദ വരുന്നില്ലേക്ക്, ഞാനെന്തിനാണ് വിനയേട്ട വരുന്നത്, ദർശൻ അവിടെ വരും എന്ന് പറയും. അപ്പോൾ പൈസ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ കേസിന് പോവുകയാണെങ്കിൽ വർഷങ്ങളോളം പിടിക്കും നമുക്ക് ആ കാശ് കയ്യിൽ കിട്ടാൻ. അതിലും നല്ലത് നമ്മൾ കേസിന് പോകാണ്ട് തന്നെ അത് പുറത്ത് വെച്ച് സെറ്റിൽ ചെയ്യുകയാണെങ്കിൽ അതല്ലേ നല്ലത് എന്ന് വയ്ക്കുമ്പോൾ വേദ ചോദിക്കുകയാണ് വിനയനോട്. അപ്പോൾ വിനയൻ പറയും വളരെ അതാ നല്ലത്, ഇനിയിപ്പോൾ കേസിനൊന്നും പോകണ്ട, നമ്മളെ കയ്യിൽ കാശ് കിട്ടുമല്ലോ എന്ന് പറയും. അപ്പോൾ എന്നാൽ പിന്നെ അതുപോലെ ചെയ്യാം എന്ന് പറയും. അപ്പോൾ വേദ വിളിക്കുമ്പോൾ വേദ ഇങ്ങനെ പോകാൻ നിൽക്കുമ്പോൾ പറയും എന്താ വിനയേട്ടാ ചോദിക്കും കേട്ടോ. അല്ല, നമ്മൾ വക്കീലിന് എന്തെങ്കിലും കൊടുക്കണോ എന്ന് ചോദിക്കും. വക്കീലിന് പിന്നെ കൊടുക്കണ്ടേ, നമ്മൾ ആവശ്യങ്ങൾക്ക് വന്നതല്ലേ എന്ന് പറയും. അപ്പോൾ എന്താ കൊടുക്കേണ്ടത് ചോദിക്കുമ്പോൾ അത് ദർശനോട് ചോദിച്ചിട്ട് ചെയ്താൽ മതി, ദർശനം എന്താണ് ഫീസ് വെച്ചാൽ അതുപോലെ ചെയ്താൽ മതി എന്ന് പറയും. ആയിക്കോട്ടെ എന്ന് പറയും. അത് കഴിഞ്ഞിട്ട് വേദം അങ്ങോട്ട്, അപ്പോൾ എന്താന്ന് വെച്ചിട്ട് നന്ദിനി അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. ആർക്ക് കാശ് കൊടുക്കണ കാര്യം ഈ പറയുന്നുണ്ട്, എവിടെ കൊടുക്കണ കാര്യമാണ് ഈ പറയേണ്ടതെന്ന് അറിയാം. അപ്പോൾ വേദം ഒന്നും മിണ്ടില്ല, നന്ദിനിയോടൊന്നും പറയില്ല, മുണ്ടെണ്ണ അങ്ങോട്ട് കയറി പോവുക ചെയ്യുക. അതിൽ പറയും ആർക്ക് കാശ് കൊടുക്കുന്ന കാര്യം അവൾ പറയുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ്. അത് ദർശൻ വക്കീലിന് കാശും കൊടുക്കണം, നമ്മളെ പൈസ ആണെങ്കിൽ ഇതുവരെ സെറ്റിലായിട്ടും കിട്ടിയിട്ടുമില്ല, പിന്നെ ഈ ഇതിന് പോയി അന്വേഷിച്ച് പോയതിനിപ്പോൾ കാശും കൊടുക്കണം എന്ന് പറയും. അപ്പോൾ ഡേഡി പോത്തേ, പൈസ അയാളെ കിട്ടിയിട്ടുണ്ട്, ആ കേശവൻ എന്ന് പറഞ്ഞ ആളെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് കേസിന് പോവാതെ ആ പൈസ പുറത്ത് വെച്ച് സെറ്റിൽ ചെയ്യാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അയാൾ കോടതിക്ക് പുറത്ത് വെച്ചിട്ട് സെറ്റിൽ ചെയ്യാമെന്നാണ് അയാൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ദർശൻ വരും. ദർശൻ ഇന്നലെ രാത്രി വേദയെ വിളിച്ച് പറഞ്ഞതാണ്. വേദ അതാ പറയുന്നുണ്ട്. അപ്പോൾ ദർശന് വല്ല ഫീസും കൊടുക്കേണ്ടി വരുമോ എന്ന് ചോദിച്ചാൽ അത് ചോദിച്ചിട്ട് ചെയ്യാനാണ് വേദ പറഞ്ഞതെന്ന് പറയും. അപ്പോൾ കാശ് കിട്ടുമോ എന്ന് വയ്ക്കും. പറയാം കാശ് കിട്ടും, സ്റ്റേഷനിലേക്ക് പോകണം, ഞാനെന്നാണ് പോട്ടെ അറിയും. ഞങ്ങൾ അങ്ങനെ ഒറ്റയ്ക്ക് വേണ്ട, ഞാനും കൂടെ അറിയാം. അതെന്തിനാണ് നീ വരുന്നത്, ഞാനല്ലേ കാശ് കൊടുത്തത്, ഞാൻ വാങ്ങാൻ പോകാമെന്ന് പറയും. അതൊന്നും വേണ്ട, നിങ്ങളവിടെ പോയി വല്ല മണ്ടത്തരങ്ങളും കാണിച്ച് വയ്ക്കും, ഞാനും കൂടെ വരാം എന്നൊക്കെ പറയും. അങ്ങനെ അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് റെഡി ആവാൻ നോക്ക്, ഞാനും പോയി റെഡി ആവട്ടെ എന്ന് പറഞ്ഞിട്ട് അവളെ അങ്ങോട്ട് പോകും. അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ ആലോചിക്കും, ശരിയാ അവളെയും കൂടെ കൊണ്ടുപോവാം, ഇനി മണ്ടത്തരങ്ങൾ പറയുകയാണെങ്കിൽ അവളും കൂടെ ഇരുന്നോട്ടെ എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. അത് കഴിഞ്ഞ് സ്റ്റേഷനിൽ നമ്മൾ ദർശൻ വരുന്നുണ്ടാവും. ദർശൻ കാറും കൊണ്ട് വരിക. അപ്പോൾ ഇവരുണ്ടാവും അവിടെ പുറത്തൊക്കെ ഉണ്ട്. അപ്പോൾ കാർ ഇപ്പോൾ പാർക്ക് ചെയ്ത് കഴിയുമ്പോഴേക്കും ഞങ്ങൾ കുറച്ച് നേരമായി വന്നിട്ട് അറിയും, വരൂ എനിക്കൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു, വരൂ എന്ന് പറയുകയാണ്. അങ്ങനെ കൂടി ഒരു സ്റ്റേഷനിലേക്ക് ചെല്ലുക. അപ്പോൾ അവിടെ ഒരു വനിതാ കോൺസ്റ്റബിൾ ഉണ്ട്. അപ്പോൾ അവരോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുക. അപ്പോൾ സാറില്ലേന്ന് നോക്കുമ്പോൾ എൻ്റെ ഉള്ളിലുണ്ട്, ചെന്നോളൂ പറയും. അപ്പോൾ ഇയാൾ തന്നെയാണ്, സാബു പോലീസ് തന്നെയാണ്. അപ്പോൾ അങ്ങോട്ട് ചെല്ലുകയാണ്. അപ്പോൾ ചെല്ലുന്ന സമയത്ത് വരൂ വക്കീൽ വരൂ ഇരിക്കും എന്നൊക്കെ പറയും. വലിയ മാന്യമായിട്ട് തന്നെയാണ് കേട്ടോ അവരെയൊക്കെ സ്വീകരിക്കുന്നത്. ഇരിക്കും എന്നൊക്കെ പറഞ്ഞ് വിളിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഇരുന്ന് പറയും അയാളെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അയാൾ സറണ്ടർ ആയിരുന്നു. പക്ഷേ അയാളുടെ കുറേ പേരൊക്കെ ആദ്യം കുറി വിളിച്ച ആൾക്കാരൊന്നും മുഴുവൻ കാശും കൊടുത്തിട്ടില്ല. പക്ഷേ പിന്നെ ഇനി ഒരുപാട് കാശ് അയാൾക്ക് കിട്ടേണ്ട. അതുപോലെ പലിശ, സ്വർണം ഒന്നും പോയിട്ടില്ല, ഒക്കെ ലോക്കറിൽ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അത് പിന്നെ അയാൾ പൈസ കൊടുത്തു കഴിഞ്ഞാൽ അയാൾ തിരിച്ചു കൊടുക്കും. കാരണം പണയം വെച്ച സ്വർണ്ണങ്ങളാണ്. അപ്പോൾ അതൊക്കെ അവരുടെ കാശ് കൊടുക്കണമെങ്കിൽ അയാൾ
തിരിച്ചു കൊടുക്കും ആ പൈസയൊക്കെ. പിന്നെ എന്ന് പറയും. അപ്പോൾ വായിക്കും, വെച്ചിട്ട് പറയും കുറച്ച് പേപ്പേഴ്സിൽ നിങ്ങൾ ഒപ്പിട്ട് തരണം, എന്നിട്ട് പിന്നെ സർക്കിൾ ഓഫീസിലേക്ക് ചെന്നാൽ മതി, അവിടെയാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ നടക്കേണ്ടതെന്ന് പറയും. അപ്പോൾ ദർശൻ എന്നിട്ട് കുറച്ച് ഫയലുകൾ, ഒരു ഫയൽ കൊടുക്കുകയാണ്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് ദർശൻ ഒപ്പിട്ട് കൊടുക്കും. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ പോകേണ്ട ആവശ്യമുണ്ടോ ചോദിക്കുമ്പോൾ വേണ്ട, അതിൻ്റെ ആവശ്യമില്ല, ഇവർ തന്നെ പോയാൽ മതി എന്ന് പറയും. പിന്നെ പൈസ നിങ്ങൾക്ക് മുഴുവൻ കിട്ടില്ല കേട്ടോ എന്ന് പറയും സാബു. അയ്യോ അതെന്താണെന്ന് ചോദിക്കുന്നത് നന്ദിനി. അപ്പോൾ പറയും നിങ്ങളിപ്പോൾ എത്ര അടച്ചു വയ്ക്കുമ്പോൾ 6 ലക്ഷം, 6 ലക്ഷം കിട്ടില്ല, നിങ്ങൾക്കൊരു 4 ലക്ഷത്തി അതിലിങ്ങനെ നോക്കിയിട്ടാണ് പറയും 4,75,000 രൂപയെ കിട്ടുള്ളൂ. അപ്പോൾ ബാക്കി 1,4 ലക്ഷം നിൽക്കും. അത് നിങ്ങളുടെ ലാഭമല്ലേ, നിങ്ങൾക്ക് അടച്ചതിൻ്റെ ഒന്നിച്ച് കിട്ടുമ്പോൾ 6 ലക്ഷം എന്നല്ലേ പറയുന്നത്, അത് നിങ്ങൾ 1,4 ലക്ഷം നിങ്ങളുടെ ലാഭം, അത് നിങ്ങൾ വിട്ടേ പറ്റുമോ, അല്ലാണ്ട് അത് മുഴുവനായിട്ടൊന്നും നിങ്ങൾക്ക് കിട്ടില്ല എന്ന് പറയും. അപ്പോൾ വിനയം പറയും സാറില്ല സാർ, കിട്ടുന്നത് ആയിക്കോട്ടെ, അത് മതി എന്ന് പറയും. അതെങ്കിലും കിട്ടുന്നുണ്ടല്ലോ, മൊത്തം പോയി എന്ന് പറഞ്ഞിരിക്കുകയല്ലേ, അപ്പോൾ ആയിക്കോട്ടെ എന്ന് പറയും. എന്നാൽ നിങ്ങളൊരു കാര്യം ചെയ്യേ, പേപ്പറിലൊക്കെ ഒപ്പിട്ടിട്ട് നിങ്ങൾ അങ്ങോട്ട് പൊക്കോ എന്ന് പറയും. അപ്പോൾ ശരി എന്ന് പറഞ്ഞിട്ട് പിന്നെ പോവും. അപ്പോൾ നിങ്ങൾ ദർശൻ പറഞ്ഞു പോകും, ഞാൻ ശരി ഞാൻ പോവാന്ന് പറയും. അപ്പോൾ ദർശൻ്റെ കൂടെ തന്നെ വിനയനും നന്ദിനിയും കൂടി ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ശരി എന്നല്ലേ, എന്നാൽ നിങ്ങൾ അങ്ങോട്ട് പോയിക്കോളൂ, ഇനിയിപ്പോൾ ഞാൻ വരേണ്ട ആവശ്യമില്ലല്ലോ വയ്ക്കുമ്പോൾ, വേണ്ട സാർ ഞങ്ങൾ പോയിക്കോളാമെന്ന് പറയും. അപ്പോൾ വിനയൻ ദർശൻ എന്ന് വിളിക്കും. അപ്പോൾ എന്തേ ചോദിക്കുകയാണ്. അപ്പോൾ പറയും ഫീസ് എന്ന് പറയും. ഫീസൊന്നും വേണ്ട, അല്ല വേദ പറഞ്ഞിരുന്നു, ചോദിച്ചിട്ട് എത്ര വെച്ചാൽ കൊടുക്കാൻ വേണ്ടി പറഞ്ഞിരുന്നു പറയും. അപ്പോൾ പറയും എന്നിട്ട് നമ്മുടെ ദർശൻ പറയും ഫീസ് ഞാൻ വാങ്ങാം, പക്ഷേ പിന്നെ ഒരിക്കലും ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് എന്നെ വിളിക്കരുതെന്ന് പ്രത്യേകം പറയണം വേദോട് എന്ന് പറയുകയാണ്. കാരണം വേറൊരു ഡയലോഗ് പറയുന്നുണ്ട് മൂപ്പര് അവിടെ ഒക്കെ. എന്നിട്ട് ഇങ്ങനെ ചിരിച്ചിട്ട് അയാൾ അങ്ങോട്ട് പോട്ടോ. അപ്പോൾ നന്ദിനി കണ്ടോ ഫീസ് വാങ്ങുന്നില്ലല്ലോ, കണ്ടോ, കാരണം എന്താ, ഇപ്പോഴും അയാൾക്ക് വേദോട് ഇഷ്ടമാണ്, വേദയ്ക്ക് അയാളും ഇഷ്ടമാണെന്ന് അറിയാം. അതിൽ ദർശൻ നമ്മളെ വിനയം ഇങ്ങനെ മുഖത്തേക്ക് നോക്കും. അതുകൊണ്ടല്ലേ ഇപ്പോൾ ഫീസ് വേണ്ടാന്ന് പറഞ്ഞത് എന്നൊക്കെ പറയും. അപ്പോൾ പറയും നീ എന്ത് ചേട്ടത്തനം പറഞ്ഞാലും ഞാൻ നിൻ്റെ കൂടെ നിൽക്കും, പക്ഷേ ഇമാതിരി അവീതം പറഞ്ഞതിൻ്റെ കാരണം ഞാൻ അടിച്ചു പൊട്ടിക്കും എന്നറിയും. മര്യാദയ്ക്ക് പോകുന്നതെന്നറിയും. അപ്പോൾ ഓട്ടോയ്ക്ക് പോവല്ലേ വിനയ, ഓട്ടോയിലാണ് നടക്ക് എന്ന് പറഞ്ഞിട്ട് വിനയം നടക്കും. ഏറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പിന്നാലെ പോവുകയാണ്. അതിനും കൂടി ഒരു കുത്തിത്തിരിപ്പുണ്ടാക്കാൻ നോക്കിയതാണ് നന്ദിനി. പക്ഷേ വിനയൻ അതിന് നിന്ന് കൊടുക്കത്തില്ല. അങ്ങനെ പോവുന്നതാണ്. പിന്നെ കാണുന്നത് നമ്മുടെ വിക്രം പുറത്തേക്ക് പോകാൻ നിൽക്കുകയാണ്. അതിൽ പിന്നെ വേദം എങ്ങോട്ട് ചെല്ലുക, അങ്ങനെ ഒരു പ്രത്യേക സ്റ്റൈലൊക്കെ ചെന്നിട്ട് എങ്ങടാ പോകണമെന്ന് വയ്ക്കും. ഞാൻ എങ്ങടെങ്കിലും പോയിക്കോട്ടെ, നീ എന്തിനാ അതൊക്കെ അറിയണം വയ്ക്കും. അപ്പോൾ അറിയണമല്ലോ, അറിഞ്ഞല്ലേ പറ്റുള്ളൂ എന്നൊക്കെ പറയും. പിന്നെ കാരണം ഇപ്പോൾ തന്നെ ഒരു റെസ്റ്റ് എടുത്തിട്ട് ശരീരം ഒട്ടും ഇതായിട്ടില്ല. അപ്പോഴേക്കും അതായത് ഈ ഫോൺ വിളി വന്നിട്ട് ഞാൻ വരണമെന്ന് പറഞ്ഞിട്ടാണ് ഈ പോണത്. അപ്പോഴേക്കും ആണ് നമ്മളെ വേദ ചെല്ലുന്നതും. അതിൽ ചെന്നിട്ട് തന്നെ വേദയും വിക്രം നല്ല അടിപൊളി ഡയലോഗുകളാണ്. അപ്പോൾ പറയും നിങ്ങളിപ്പോൾ എങ്ങോട്ടും പോകുന്നില്ല അറിയാം, അത് നീയാണോ തീരുമാനിക്കാമെന്ന് പറയും. അപ്പോൾ പറയും അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞിട്ട് പോകണമെന്ന് പറയും. അപ്പോൾ പറഞ്ഞിട്ട് പോകണമെന്ന് പറയുമ്പോൾ പറയും നിൻ്റെ അച്ഛന് ഒരു ഭാര്യ അന്വേഷിച്ച് പോകണമെന്ന്, കല്യാണം കഴിക്കാമെന്ന് പറയും. അപ്പോൾ പറയും അതിന് എൻ്റെ അമ്മ സമ്മതിക്കുമോ തോന്നുന്നില്ലല്ലോ എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോൾ അവിടുന്ന് പറയും നിങ്ങൾക്ക് നാണുണ്ടോ മനുഷ്യ, ഒരു കല്യാണം കഴിഞ്ഞ് ഭാര്യയുള്ള ആൾക്ക് വേറൊരു കല്യാണം ആലോചിക്കാൻ പോകുമെന്ന് പറഞ്ഞിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇതൊക്കെ നിങ്ങൾ വിക്രമം ഗുണ്ടേ ഫ്രോഡേ എന്ന് പറയും. ഫ്രോഡോ ഞാനോ എന്ന് നിൽക്കുമ്പോൾ അതെ നിങ്ങൾ ഫ്രോഡ് തന്നെ, അല്ലെങ്കിൽ ഇങ്ങനൊരു വർത്താനം നിങ്ങൾ പറയൂ. അപ്പോൾ പിന്നെ ഗുണ്ടാന്ന് വിളിക്കുമ്പോൾ അവനത് ഇഷ്ടപ്പെടുന്നില്ല. നീ എന്നത് മാത്രം വിളിക്കരുത്, പിന്നെ ഗുണ്ടേനെ ചെണ്ടാന്നാണോ ഞാൻ വിളിക്കേണ്ടത് എന്ന് ചോദിക്കുകയാണ് വേദ. അപ്പോൾ അല്ല ചെണ്ടനെയാണ്, അതിലിപ്പോൾ പുറത്തിട്ട് കിട്ടിയിട്ട് കണ്ടില്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവിടുന്ന് അവരുടെ തമ്മിൽ മീൻസ് അങ്ങനെയല്ല, അവരുടെ രണ്ടാളുടെയും വാക്ക് കൊണ്ടുള്ള തമ്മിൽ. അപ്പോൾ അങ്ങനെ പിന്നെ പറയുന്നത്. അപ്പോൾ നിങ്ങൾ പോണില്ല, നിങ്ങൾ എങ്ങടെ ഈ പോണത്, അതാണ് ഇതാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് ഇതാക്കട്ടെ. കുറേ തമാശയും കളി കൂടെയാണ്. അവസാനം പോകാൻ നിൽക്കുമ്പോൾ അവൾ പെട്ടെന്ന് വേദ ബൈക്കിൻ്റെ കീ എടുത്ത് പിടിച്ച് വയ്ക്കുന്നുണ്ട്. അപ്പോൾ മേടിക്കുമ്പോൾ നീ കീ തരാൻ പറയും തരില്ല, ഞാൻ ചാവി തരില്ല എന്ന് പറയും. നിങ്ങളിപ്പോൾ അങ്ങനെ പോകണ്ട, ഇവിടെ റെസ്റ്റ് എടുക്കുമെന്ന് പറയും. ഞാൻ അങ്ങോട്ട് പോകണമെന്ന് തീരുമാനിക്കാൻ നീയെന്നില്ല ഞാനാണെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വേദനടുത്തുനിന്ന് കീ തട്ടിപ്പറിച്ച് വാങ്ങിക്കുകയാണ് കേട്ടോ. അപ്പോൾ പിന്നെ വേദ കൊടുക്കും, എന്നിങ്ങനെ ഒന്ന് ചിരിക്കാൻ. അതിൽ അവൻ എന്താ പറയുക, കളിപ്പാട്ടം കിട്ടിയ കുട്ടിയെ പോലെ ഓടി ബൈക്ക് കയറി പോകുന്നുണ്ട്. പോയി അവിടെ ചെല്ലുന്നുണ്ട്. ശ്രീനിവാസൻ സാറാണ് വിളിച്ചത്. അപ്പോൾ അങ്ങനെ ചെല്ലുമ്പോൾ പുറത്തൊരാൾ നിൽക്കണം. എന്താ സഖാവേ, എന്താ പെട്ടെന്ന് കാണണമെന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ അറിയില്ല, അകത്തുണ്ട് ചെല്ലുന്നറിയും. അവിടെ ചെല്ലുമ്പോൾ കാണാം രാജേട്ടനും പിന്നെ മറ്റേ ജോസഫ് രണ്ടാളും അവിടെ നിൽക്കുന്നുണ്ടാവും. അപ്പോൾ പറഞ്ഞു നിങ്ങളോ നിൽക്കുമ്പോൾ പറയും അതെ ഞാൻ വിളിച്ചിട്ട് വന്നതാണ് അവരെന്നറിയും. അപ്പോൾ എന്താ സാർ വിളിച്ചത് എന്ന് ചോദിക്കും. അപ്പോൾ പറയും പിന്നെ അപ്പോൾ അയാളുടെ ചരിത്രം പറയുകയാണ് വിക്രമിനോട്. അപ്പോൾ പറയും ഞാൻ
പിന്നെ എൻ്റെ അച്ഛൻ ഒരു എന്താണ് ലൈബ്രറിയനായിരുന്നു. അപ്പോൾ പുള്ളി എനിക്ക് വായിക്കാൻ ധാരാളം ബുക്കുകൾ തരുമായിരുന്നു. പക്ഷെ ഞാനതൊന്നും ചെയ്യില്ലായിരുന്നു. എൻ്റെ ലോകം വേറെയാണ്. അപ്പോൾ അച്ഛൻ നിർബന്ധിച്ചിട്ടാണ് അച്ഛൻ്റെ പാതയ്ക്ക് എന്നെ കൊണ്ടുവരാൻ നോക്കിയിരുന്നത്. പക്ഷെ അച്ഛൻ പറഞ്ഞൊന്നും ഞാൻ കേൾക്കില്ലായിരുന്നു. അച്ഛൻ അതിൽ നല്ല വിഷമമുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ശ്രദ്ധിക്കുകയാണ്, മറ്റേ നമ്മളെ വിക്രം നിന്നിട്ട് ഇങ്ങനെ കേട്ടുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ പറയും, പക്ഷേ ഒരിക്കലും പിന്നെ ഞാൻ വായിച്ചു അല്ല ഈ ക്രൈം നോവലുകളുണ്ടല്ലോ, ഇടി കുത്ത്, വെട്ടിക്കൊല്ലല്, വെടിവെപ്പ്, അങ്ങനെയുള്ള കഥകളൊക്കെ ആയിരുന്നു ഞാൻ വായിച്ചിരുന്നത്. എൻ്റെ ലോകം പിന്നെ അതായി. ബുക്കുകൾ വായിച്ചു, പക്ഷെ അച്ഛൻ തന്നിരുന്ന ബുക്കുകളൊന്നും ഞാൻ വായിക്കില്ലായിരുന്നു. അങ്ങനെ രണ്ടാം മൂഴം എന്നുള്ളൊരു ഒരു കഥയിലുള്ള കുറച്ച് ഇതായിരുന്നു എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. അതിലെ കഥകൾ ഞാൻ വായിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ അപ്പോൾ ശ്രീനിവാസൻ സാർ അങ്ങനെ പറയുകയാണ്. അങ്ങനെ അവസാനം ഞാൻ നമ്മളുടെ മറ്റേ എന്താ പറയുക, ഇതിലൊക്കെ രാഷ്ട്രീയത്തിലേക്ക് വരണമെങ്കിൽ, കാരണം അയാൾ രാഷ്ട്രീയത്തിൽ കയറിയപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളും ഉണ്ടായിരുന്നു. നല്ലതുണ്ട്, ചീത്തയുണ്ട്, അല്ലാണ്ട് ഏത് വേണമെങ്കിലും നമുക്ക് തിരഞ്ഞെടുക്കാം. അപ്പോൾ അങ്ങനെ ഒരു ഇതേ പറയുകയാണ്, ഒരു സ്റ്റോറി, അയാളുടെ കഥ, ഈ ശ്രീനിവാസൻ എന്നുള്ള കഥ, ഒരു ആൾ ജനിച്ചൊരു കഥയാണ് പറയുക. അപ്പോൾ ഇങ്ങനെ ശ്രീകാര്യം എന്തൊരു നായരുടെ പേരാണ് പറയുന്നത്, അച്ഛൻ്റെ പേര്. അപ്പോൾ അങ്ങനെ അവസാനം പറയും, ഇവിടുത്തെ പിന്നെ നമ്മൾ കുറേയൊക്കെ രാഷ്ട്രീയത്തിൽ പിടിച്ചു നിൽക്കാൻ പറ്റി. പക്ഷേ എന്താ വെച്ചാൽ ഈ അച്ഛൻ അതോടുകൂടി വീട് വിട്ട് ഇറങ്ങിപ്പോയി എന്ന് പറയുന്നുണ്ട്. കാരണം ഇയാളുടെ അവിടുത്തെ ഇതിലൊക്കെ ഗുണ്ട സംഘങ്ങളിലൊക്കെ മൂപ്പരെ പറ്റിയിട്ട് അവിടെ അത് മീൻസ് ഗുണ്ടകളുടെ ഇടയിലുള്ള ഒരു പേര് ഇയാളുടെ ശ്രീനിവാസൻ എന്ന് വരാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ അച്ഛൻ വീട് വിട്ടിറങ്ങിയിട്ട് ഒരു ശാന്തി നികേതത്തിലോ എന്തോ ഇതിൽ പോയി കിടക്കുക ചെയ്തത്. പിന്നെ അച്ഛൻ അവിടുത്തെ ചെറിയ ജോലികളൊക്കെ ചെയ്ത്, ഞാൻ സമ്പാദിക്കുമ്പോൾ അച്ഛൻ വെറും ഒരു പിന്നെ മുണ്ടും ഒരു തോർത്തുമായിരുന്നു അച്ഛൻ്റെ വേഷം, ഷർട്ട് പോലും ഇടില്ല. അച്ഛൻ അങ്ങനെ ആ ശാന്തി നികേതനത്തിലോ ശാന്തി ഭവനിലോ എന്തോ പറയും, അവിടെയായിരുന്നു അച്ഛൻ കഴിഞ്ഞിരുന്നത്. പക്ഷേ അച്ഛൻ്റെ മരണശേഷം, അച്ഛൻ മരിക്കുന്ന സമയത്ത് പിന്നെ അച്ഛനൊരൊറ്റ ആഗ്രഹമേ പറഞ്ഞുള്ളൂ, ഒരിക്കലും എന്നെ കൊണ്ട് ചിത കത്തിക്കരുത് എന്നുള്ളത്. കാരണം അതുപോലെ അച്ഛന് ചെയ്യാൻ പറ്റില്ലായിരുന്നു എന്നൊക്കെ പറയും. അപ്പോൾ അതുകൊണ്ട് പക്ഷേ അവരറിയിച്ചു, മരിച്ച സ്ഥിതിക്ക് മകനെ അറിയിക്കേണ്ട ചുമതല ഉണ്ടല്ലോ, എന്നെ അറിയിച്ചു, ഞാൻ പോയി. പക്ഷേ എന്നെക്കൊണ്ട് അവർ ചിത കത്തിപ്പിച്ചില്ല, ഇങ്ങനെ ചിത കൊളുത്തിയില്ല എന്ന് പറയും. അപ്പോൾ പറയും, അച്ഛൻ്റെ ആരോ അല്ലാത്ത ഒരാളാണ് അത് ചെയ്തത്. അത് ആദ്യമായിട്ടും അച്ഛനെക്കുറിച്ച് ഓർത്ത് ഞാൻ കരഞ്ഞത് അന്നാണ്. വളരെ വിഷമത്തോട് കൂടിയിട്ടാണ് പുള്ളി പറയുന്നത് കേട്ടോ, വിക്രമിനോട് പറയണം. അപ്പം അതിൽ പിന്നെ എനിക്ക് ഇതായി വന്നില്ല, കാരണം എനിക്കത് വളരെ സങ്കടം ഉണ്ടാക്കിയൊരു കാര്യമാണ് എന്നൊക്കെ പറയും. അപ്പോൾ പറയും, പിന്നെ അതുകൊണ്ട് എൻ്റെ അച്ഛൻ എന്നെ ശപിച്ച പോലെ ഒരിക്കലും നിൻ്റെ അച്ഛൻ നിന്നെ ശപിക്കരുത് വിക്രം, കാരണം എനിക്ക് നിന്നെ അത്രയും പ്രിയപ്പെട്ടതാണ്, അതുകൊണ്ട് നിനക്കിനി ഈ ഇതിലൊന്നും വേണ്ട, നീ പോയിക്കോളൂ എന്ന് പറയും. അപ്പോൾ പറയും, സാർ അത് എനിക്ക് വേറെ ആരോടും ഒരു ഇതുമില്ല, അതിൽ കടപ്പാടുമില്ല എന്നറിയാം. അപ്പോൾ അതിന് സാക്ഷിയാവാൻ വേണ്ടിയിട്ടാണ് ജോസഫിനെയും രാജനെയും ഇവിടെ വിളിച്ച് വരുത്തിയത് ഞാൻ. അപ്പോൾ അവരും കൂടെ അറിയട്ടെ, എൻ്റെ ഗ്രൂപ്പിൽ നിന്ന് നിന്നെ ഞാൻ പറഞ്ഞയച്ചു എന്ന് അവരും കൂടെ അറിയട്ടെ, ആരെങ്കിലും ഒന്ന് അറിയണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അവരെയും കൂടെ അവിടെ വിളിച്ച് വരുത്തിയത് എന്നിങ്ങനെ പറയണം. അപ്പോൾ പറയും, സാർ എനിക്ക് കടപ്പാട് മുഴുവൻ സാറിനോടാണ്, വേണ്ട വിക്രം പോയിക്കോളൂ, ഇനി ഇങ്ങോട്ട് വരരുത് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വിക്രമിൻ്റെ വാക്കുകൾ കേൾക്കാൻ പോലും തയ്യാറാകാതെ പിന്നെ അങ്ങോട്ട് പോവുകയാണ് നമ്മളുടെ ശ്രീകാര്യം. അങ്ങനെ മോളിക്ക് കയറി പോവുകയാണ്. വിക്രം ആകെ വിഷമിച്ച് ആകെ സങ്കടപ്പെട്ട്, കാരണം ഏറ്റവും കൂടുതൽ വിഷമമുണ്ടാക്കിയൊരു കാര്യമാണ് അയാളായിട്ടുള്ള കൂടെ അയാളുടെ ഗ്രൂപ്പ് വിട്ടു എന്നുള്ളപ്പോൾ വിഷമം. അങ്ങനെ അവിടുന്ന് പിന്നെ കാണിക്കുന്നത് വീട്ടിൽ നമ്മളുടെ എന്താ പറയുക, വിനയനും നന്ദിനിയും കൂടെ ഒരു ഓട്ടോയിൽ വന്നിറങ്ങുമ്പോൾ അടുക്കളയിൽ വഴുതനങ്ങ അരിയണു, മറ്റേ ശ്രീജ പപ്പടം കാച്ചുന്നുണ്ട്, അമ്മ അരിയിലെ കല്ല് പെറുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങോട്ട് വരികയാണ് മറ്റേ നന്ദിനി. അപ്പോൾ ഓട്ടോറിക്ഷ ഇറങ്ങിയിട്ട് ഞാനൊരു കാര്യം പറയാം, ഞാൻ പറഞ്ഞു തന്ന പോലെ തന്നെ ചെയ്തോണം, നിങ്ങളിനി വലിയ വിശാല മനസ്സകനാവൊന്നും ആവുമൊന്നും വേണ്ട എന്ന് പറയും. ഇല്ലടി, നീ പറയുന്ന പോലെ തന്നെ ഞാൻ ചെയ്യാം എന്ന് പറയും. അപ്പോൾ പൈസയുടെ കാര്യം, കാരണം സാറിന് ലോണിലെ 1/3 ഭാഗം ഇയാൾ കൊടുക്കാനാണല്ലോ പറഞ്ഞത്, ബാക്കി മറ്റൊരു 2 പേരും കൂടെ ഉണ്ടാക്കാമല്ലോ, അതാണ് അവരുടെ ഉദ്ദേശം. അങ്ങനെ വീട്ടിലേക്ക് കയറി വരിക.
കയറി വരുന്ന സമയത്ത് അമ്മ എന്താ അരി പെറുക്കുകയെന്ന് ചോദിക്കുമ്പോൾ ഇപ്രാവശ്യം റേഷൻ കടയിൽ നിന്ന് കിട്ടിയത് നല്ല അരിയെന്ന് പറഞ്ഞിട്ടാണ് ഇത് കല്ലൊക്കെ ഉണ്ട് അതിന് അതൊക്കെ പെറുക്കുകയാണെന്ന് പറയും. അപ്പോൾ വിശ്വടനെ എവിടെയെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഇവിടെ ഉണ്ടടാ എന്ന് പറയും. എന്നിട്ട് വിശ്വ അങ്ങോട്ട് വരികയാണ്. അപ്പോൾ പറയും ഞാൻ അന്ന് പറഞ്ഞില്ലേ എൻ്റെ സാറിന് ബാങ്കിൽ നമ്മൾ അടയ്ക്കാനുള്ള ഇതുണ്ടല്ലോ, ആധാരം അവിടെ അല്ലേ ഇരിക്കുന്നത്, അതെൻ്റെ പൈസ ഞാൻ അടയ്ക്കാമെന്നാണല്ലോ പറഞ്ഞത് പറയുമ്പോൾ നീ അത് അടയ്ക്കാൻ പോകണോ, നല്ല കാര്യം എന്ന് പറയുമ്പോൾ ഞാൻ അയ്യടാ ഇപ്പോൾ കിട്ടും, അതിൽ 1/3 ഞാൻ അടയ്ക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഒരു 1/3 പിന്നെ പൈസ ആയിട്ടാണ് ഞാൻ വന്നത് പറഞ്ഞിട്ട് ആ നോട്ട് കെട്ടുകൾ തന്നെ എടുത്തിട്ട് ഇതാ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് മേശപ്പുറത്ത് വെച്ച് കൊടുക്കുകയാണ് നമ്മുടെ കമലമ്മയുടെ മുന്നിൽ. മറ്റേ ഇയാൾ എന്താ പറയുക, വിനായകൻ. അപ്പോൾ പറയും ഇതാ എൻ്റെ വിഹിതം, ഇത് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം, ബാക്കി മറ്റേത് വിക്രം മുഴുവൻ അടയ്ക്കാമെന്നാണല്ലോ പറഞ്ഞിരുന്നത്. വിക്രം എന്തായാലും അത് മുഴുവൻ അടയ്ക്കുന്നല്ലോ, ഒരു ഭാഗം പോലും അടയ്ക്കുന്ന ലക്ഷണം കാണാനില്ല. അപ്പോൾ ഞാൻ എൻ്റെ ഭാഗം ഞാൻ തന്നു, ഇനിയിപ്പോൾ ബാക്കിയുള്ളവരുടെ ഇവർ തരട്ടെ എന്നും പറഞ്ഞിട്ടാണ് ആ പൈസ അവിടെ വയ്ക്കുന്നത്. അതിൽ കമലമ്മ ഇങ്ങനെ അന്തം വിട്ടിട്ട് ഇങ്ങനെ നോക്കുകയാണ് നമ്മുടെ വിനായകനെയും നന്ദിനി ഇങ്ങനെ. അപ്പോൾ അതാണ് ഇന്നത്തെ നമ്മളുടെ പവിത്രത്തിൻ്റെ കഥ. അപ്പോൾ ആരും മിസ് ചെയ്യേണ്ട കാണുക. അതുപോലെ തന്നെ എന്താ പറയുക, എൻ്റെ രാധാസ്വാമിലി കിച്ചൻ നിങ്ങൾ ആദ്യമായിട്ട് കാണുമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പ്ലീസ്. നിങ്ങളുടെ ഫുൾ സപ്പോർട്ടും എനിക്ക് വേണം. അതുപോലെ എല്ലാവർക്കും നല്ല ഒരു ശുഭദിനം നേരുന്നു. എല്ലാവരുടെ എല്ലാ സ്വപ്നങ്ങളും സഫലമാകട്ടെ, എല്ലാവർക്കും നന്മ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചിട്ട് നിർത്തുന്നു. താങ്ക് യു.